ദുബായിൽ എയർ ഷോയ്ക്കിടെ തേജസ് വിമാനം അപകടത്തിൽപ്പെട്ട് മരിച്ച കമാൻഡർ നമാൾ സിയാലിന്റെ ഭൗതിക ശരീരം കോയമ്പത്തൂരിലെത്തിച്ചു. സുലൂർ വ്യോമതാവളത്തിലാണ് എത്തിച്ചത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഭൗതിക ശരീരം എത്തിച്ചിരിക്കുകയാണ്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഇനി എങ്ങനെയായിരിക്കും? ഒപ്പം ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വ്യോമസേനയിൽ ഉൾപ്പെടെ അന്വേഷണം അതെങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? പൂജ, സുലൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ജന്മനാട്ടിലേക്കായിരിക്കും കൊണ്ടുപോകുക. അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ കാംഗ്ര സ്വദേശിയാണ്. അടുത്തതായി ഡൽഹിയിലേക്ക് വിമാനമാർഗം തന്നെ ഈ ഭൗതിക ശരീരം എത്തിച്ച് ഇവിടെ നിന്നും റോഡ് മാർഗമായിരിക്കും കൊണ്ടുപോകുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ഈ ഹിമാചൽ പ്രദേശിൽ വെച്ച് നടക്കുമെന്നുള്ള കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രി, ഇന്ന് രാവിലെയോടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അദ്ദേഹം ഏറെ നാളായി കോയമ്പത്തൂരിലെ സുലൂർ വ്യോമതാവളത്തിലാണ് പ്രവർത്തിച്ചു വന്നത്. അദ്ദേഹത്തെ അവിടെയായിരുന്നു സ്റ്റേഷൻ ചെയ്തിരുന്നത്. മാത്രമല്ല, കുടുംബവും ഹൈദരാബാദ് കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി താമസിച്ച് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറെ നാളെ പ്രവർത്തിച്ചിരുന്ന സുലൂരിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് ആദരമർപ്പിച്ച് കഴിഞ്ഞാലായിരിക്കും പിന്നീട് ഡൽഹിയിലേക്ക് എത്തിക്കുക. ഡൽഹിയിൽ നിന്നും ഹിമാചൽ പ്രദേശിലേക്കും കൊണ്ടുപോവുക. കുടുംബം ഇതിനോടകം തന്നെ സംസ്കാര ചടങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെയായിരിക്കും ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിൽ അദ്ദേഹത്തിൻ്റെ സ്വദേശത്ത് വെച്ച് ഈ സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക. അന്വേഷണവും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കേണ്ട. ഏറ്റവും പ്രധാനമായിട്ടും ഈ ബ്ലാക്ക് ബോക്സ് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് കണ്ടെത്തിയാൽ മാത്രമേ കുറച്ചുകൂടി ഒരു അടുത്ത പടി അന്വേഷണത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അതായത് അവസാന ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഒരു പക്ഷേ ബ്ലാക്ക് ഔട്ട് ആയതായിരിക്കും. അതായത് ഈ നെഗറ്റീവ് ജി ടേൺ എടുക്കുന്ന സമയത്ത് അത് ഈ തേജസ് വിമാനത്തിന് മാത്രം സാധിക്കുന്ന ഒരു സവിശേഷതയാണ്. ആ ഒരു മനൂവർ എടുക്കുന്നതിനിടയിൽ പൈലറ്റിന് ഒരു ബ്ലാക്ക് ഔട്ട് സംഭവിച്ചതായിരിക്കാം എന്നുള്ള നിഗമനമാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും പവർ ലോസ് ആയിരിക്കണം. പക്ഷേ ആ കാര്യത്തിലെല്ലാം തന്നെ സ്ഥിരീകരിച്ച വിവരം വരണമെങ്കിൽ ബ്ലാക്ക് ബോക്സിൻ്റെ അടക്കം വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ദുബായിലെ വ്യോമ അധികൃതരുമായി അടക്കം സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പൂജ.